ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രണ്ട് ടാങ്കിൻ്റെ ക്ലീനിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ കയ്യിലുള്ള പർപ്പിൾ മൊസൈക്കാണ്, ഒറിജിനൽ പർപ്പിൾ മൊസൈക്ക്, പർപ്പിൾ കളറുള്ള പർപ്പിൾ മൊസൈക്കാണ്. നല്ല ക്വാളിറ്റിയുള്ള പർപ്പിൾ മൊസൈക്കിനെയും അതല്ലാത്ത റെഡ് കളറിൽ ഇറങ്ങുന്ന പർപ്പിൾ മൊസൈക്കിനെയും നമ്മൾ തരംതിരിച്ച് മാറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റിയുള്ള പർപ്പിൾ മൊസൈക്കിനെ ഇട്ടിരിക്കുന്ന ഒരു ടബ്ബാണ്. ഇനി ഈ ഫ്രിഡ്ജ് ബോക്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പർപ്പിൾ മൊസൈക്കിൻ്റെ തന്നെ റെഡ് കളർ ഇറങ്ങുന്ന ഗപ്പികളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ കുഞ്ഞുങ്ങളെടുത്ത് നല്ല ക്വാളിറ്റി ഉള്ളതിനെ നോക്കി മാറ്റുന്നത്. അപ്പോൾ ഈ ഫ്രിഡ്ജ് ബോക്സിലെ വെള്ളം ഏകദേശം ഒരു 7-8 മാസത്തോളമായി നമ്മൾ ചേഞ്ച് ചെയ്തിട്ട്. അപ്പോൾ നല്ല രീതിയിൽ ഇതിൻ്റെ അകത്ത് മീനുകൾക്ക് ഇൻറ്റേർണൽ പാരസൈറ്റ് വന്ന് ചത്തുപോകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് 1-2 മീനുകളൊക്കെ ചത്തുപോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മളത് ശ്രദ്ധിച്ചത്. അപ്പോൾ നമ്മൾ മീനുകൾ ആദ്യം പിടിച്ച് നമ്മൾ മറ്റൊരു ടാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടക്കിടക്ക് മീനുകൾക്ക് വിര ഇളക്കണം. അതുപോലെ തന്നെ നമ്മൾ മനുഷ്യന്മാർ വിര ഇളക്കുന്ന പോലെ തന്നെ മീനുകൾക്ക് ഇളക്കണം. അതുപോലെ തന്നെ ഉള്ളിൽ വല്ല പാരസൈറ്റോ വല്ല കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മരുന്ന് കൊടുത്ത് അതിനെ കളയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ടാങ്ക് ക്ലീനിങ് ആണ്. അതിന് ശേഷമാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മീനെ അങ്ങനെ പിടിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്രിഡ്ജ് ബോക്സ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മൾ മീനുകളെയൊക്കെ പിടിച്ച് മാറ്റിയിട്ടിട്ടുണ്ട്. നമ്മുടെ ഫ്രിഡ്ജ് ബോക്സാണ് ഈ കാണുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഏകദേശം 7-8 മാസത്തിൽ മേളിലായി നമ്മൾ വെള്ളം ചേഞ്ച് ചെയ്തിട്ട്. അപ്പോൾ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ നല്ല രീതിയിൽ പിടിച്ചിരുന്നൊരു ടാങ്കായിരുന്നു ഇതിപ്പോൾ. വാട്ടർ പ്ലാന്റ്സ് ഒക്കെ ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. വാട്ടർ പോപ്പിയുടെ ഇലയുടെ കളറൊക്കെ മാറി ഏകദേശം ചീഞ്ഞൊക്കെ തുടങ്ങി. അപ്പോൾ വാട്ടറിൻ്റെ ഓക്സിജൻ ലെവൽ കുറയുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രാഗൺ ഫ്ലൈയുടെ ലാർവയാണ് ഈ കാണുന്നത്. പലതരം ഡ്രാഗൺ ഫ്ലൈ ലാർവയുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് നീണ്ട ടൈപ്പ് ഒരു ഡ്രാഗൺ ഫ്ലൈ ലാർവയാണിത്. അപ്പോൾ ഇങ്ങനെ പലതരം പാരസൈറ്റും അതുപോലെ തന്നെ ജീവികളൊക്കെ ഇതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വാട്ടർ ചേഞ്ച് ചെയ്ത് ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിപ്പോൾ വെള്ളത്തിൽ വരുന്ന മറ്റൊരു പ്രാണിയാണിത്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് മീനുകൾക്ക് അങ്ങനെ ഉപദ്രവകാരിയായിട്ട് തോന്നിയിട്ടില്ല. കാരണം മീനുകൾ അറ്റാക്ക് ചെയ്യണമെന്ന് ഞാൻ ഇതിക്ക് മുമ്പായിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ പലതരം പ്രാണികളും പാരസൈറ്റുകളും എല്ലാം ഇപ്പോൾ ഇതിൻ്റെ അകത്തുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ഇത്ര നാൾ ഞാനിത് ചെയ്തിരുന്നില്ല. നല്ല റിസൾട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ടാങ്കായിരുന്നു ഇത്. നല്ല രീതിയിൽ മീൻ കുഞ്ഞുങ്ങളൊക്കെ ബ്രീഡായി ഇറങ്ങി നല്ല രീതിയിൽ എനിക്ക് കുഞ്ഞുങ്ങളെ കിട്ടിക്കൊണ്ടിരുന്നൊരു ടാങ്കാണിത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അടിയിൽ നിന്ന് വേസ്റ്റൊക്കെ സക്ക് ചെയ്ത് കളയുന്നല്ലാതെ കാര്യമുള്ള വാട്ടർ ചേഞ്ചൊന്നും ഇതിൻ്റെ അകത്ത് കൊടുത്തിരുന്നില്ല. അപ്പോൾ ചെടിയുടെ ലീഫൊക്കെ ചീത്തായി തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി അതിൻ്റെ ഓക്സിജൻ കണ്ടൻറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഒച്ചിൻ്റെ മുട്ടയാണ് ഈ കാണുന്നത്. ഒച്ചുകളൊക്കെ നല്ല രീതിയിൽ ഗപ്പി ടാങ്കിൽ ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സാധനമാണ് ഈ ഒച്ച്. നമ്മൾ എത്ര കളഞ്ഞാലും പിന്നെയും വരും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഉപദ്രവമൊന്നും ഇല്ലാത്തൊരു സാധനമാണ് ഈ ഒച്ചുകൾ. നല്ല വേസ്റ്റൊക്കെ നല്ല രീതിയിൽ കഴിച്ചോളും. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ഇതിൻ്റെ ഒച്ചുകൾ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒച്ചുകൾ ചില കെമിക്കൽസ് ഇതിൻ്റെ ശരീരത്ത് പുറപ്പെടുവിക്കും. അത് ഗപ്പികൾ അധികമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗപ്പികളുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് വന്ന ഒച്ചുകൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒഴിവാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കണ്ടമാന ആൽഗെ ഇതിൻ്റെ അകത്ത് പിടിച്ചിട്ടുണ്ട്. ആൽഗെ അത്യാവശ്യം നല്ല രീതിയിൽ പിടിച്ചുകൊണ്ടാണ് വാട്ടർ പ്ലാന്റ്സിൻ്റെ വളർച്ച കുറഞ്ഞു പോയത്. ആൽഗെ കൂടുന്തോറും വാട്ടർ പ്ലാന്റ്സിൻ്റെ വളർച്ച കുറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ മാക്സിമം നമ്മൾ ആൽഗയൊക്കെ ഇതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ ഒഴിവാക്കണം. പിന്നെ ആൽഗെ മര്യാദക്ക് ഒഴിവാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കിടന്ന് ചീഞ്ഞ് വെള്ളം പിന്നെയും ചീത്തായി പോകും. അപ്പോൾ കംപ്ലീറ്റ് വെള്ളം മാറുക എന്നതേ ഇപ്പോൾ ഒരു സൊല്യൂഷനായിട്ടുള്ളൂ. അപ്പോൾ അതിക്ക് മുമ്പായിട്ട് നമുക്ക് ഈ വാട്ടർ പ്ലാന്റ്സൊക്കെ എടുത്ത് മാറ്റണം. അങ്ങനെ നമ്മൾ ടാങ്ക് ക്ലീനിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്നോണം പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇത്തിരി ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. വല്ല ചെറിയ ജീവികൾ അതുപോലെ തന്നെ ഒച്ചുകളൊക്കെ ഉണ്ടെങ്കിൽ നശിച്ചു പോകാൻ വേണ്ടിയാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വല്ല പാരസൈറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെടിയൊക്കെ നമ്മളെടുത്ത് മാറ്റണം. അപ്പോൾ അതിക്ക് മുമ്പായിട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ടത് ചെടിയിലൊക്കെ എന്തെങ്കിലും പാരസൈറ്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസീസുകൾ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള ടാങ്കിൽ കൊണ്ടിടുമ്പോൾ അവിടെയും പകരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോഴേ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ട് ട്രീറ്റ് ചെയ്തത്. കുറച്ച് നേരം പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ചെടികൾ ഓരോന്നായിട്ട് എടുത്ത് മാറ്റാം. ഇതിനകത്ത് ഇപ്പോൾ കബോമ്പ അതുപോലെ തന്നെ വാട്ടർ പോപ്പി, ഫോക്സ് ടെയിൽ അങ്ങനെ ഒരു 7-8ഓളം പ്ലാന്റുകൾ ഇപ്പോൾ ഇതിൻ്റെ അകത്തുണ്ട്. മുമ്പ് നട്ടതാണ്. അത് 2-3 തണ്ട് നട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇതിൻ്റെ മൊഡ്യൂളുകളൊക്കെ വന്ന് ടാങ്ക് നിറഞ്ഞതാണ്. ഇതുപോലൊരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് നമ്മൾ വാട്ടർ പോപ്പി നട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ആൽഗെ പിടിച്ചിട്ടുണ്ട്. 3 തണ്ട്, വെറും 3 തണ്ട് ഇതിൻ്റെ അകത്ത് വാട്ടർ പോപ്പി നട്ടിട്ടുണ്ടായിരുന്നു. ആ 3 തണ്ടിൽ നിന്നാണ് നമുക്ക് ഈ ടാങ്ക് നിറയെ വാട്ടർ പോപ്പി കിട്ടിയത്. നമ്മൾ നല്ല രീതിയിൽ മറ്റുള്ള ടാങ്കിലേക്കൊക്കെ ഇതിൻ്റെ അകത്തു നിന്നാണ് കട്ട് ചെയ്തെടുത്ത് മാറ്റിയത്. അതുപോലെ തന്നെ സെയിലിനൊക്കെ നമുക്ക് ഇഷ്ടംപോലെ വാട്ടർ പോപ്പി തന്ന ഒരു ടാങ്കാണിത്. അങ്ങനെ നമ്മൾ ചെടികൾ എടുത്ത് മറ്റൊരു ബക്കറ്റിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിൻ്റെ അകത്തു നിന്ന് നമ്മൾ കുറേ പണി ചെയ്യാനുണ്ട്.
മാറ്റിയ ചെടികളൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്ത് 1-2 ദിവസം കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ അണുവിമുക്തമാക്കിയതിന് ശേഷം നമുക്ക് രണ്ടാമത് മറ്റുള്ള ടാങ്കുകളിലേക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് തിരിച്ചിടാൻ പറ്റുള്ളൂ. അത് ഈ ഇലയുടെ അടിയിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കുന്ന് കണക്കിന് ഒച്ചിൻ്റെ മുട്ടകൾ കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ 2 ആഴ്ചയും കൂടുമ്പോഴും നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ 7-8 മാസം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാൻ പറ്റുമല്ലോ എത്രത്തോളം ഇതിൻ്റെ അകത്ത് ഒച്ചകൾ അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഒരു ദിവസം പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയാണ്. ഒരു ദിവസമെങ്കിലും മിനിമം വെച്ചെങ്കിൽ മാത്രമേ നല്ല കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ അകത്തുനിന്നുള്ള പാരസൈറ്റുകളും അതുപോലെ തന്നെ അണുക്കളും അതുപോലെ തന്നെ എന്തെങ്കിലും ഡിസീസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചത്തുപോകുള്ളൂ. ഇനി നമുക്കൊരു ടാങ്കും കൂടി ക്ലീൻ ചെയ്യാനുണ്ട്. പ്ലാറ്റിനം റെഡ് ബിഗ് ഇയറിൻ്റെ ഒരു ടാങ്കും കൂടി ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കതും കൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. ഇതാണ് നമ്മുടെ പ്ലാറ്റിനം റെഡ് ബിഗ് ഇയറിട്ടിരുന്ന ഒരു ടാങ്ക്. 2-3 ടബുകളുണ്ട്. അതിൽ ഒരെണ്ണം നമ്മളിന്ന് ക്ലീൻ ചെയ്യുകയാണ്. ഇതിൽ അടിയിൽ പൂഴിമണ്ണ് ഇട്ടിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വെള്ളം ഈ കലങ്ങി മറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മീനുകളെ നേരത്തെ തന്നെ പിടിച്ച് മാറ്റിയിട്ടുണ്ട്. ഒരു ബക്കറ്റിലേക്കാണ് മാറ്റിയതാണ് നമ്മുടെ പ്ലാറ്റിനം റെഡ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മീനുകളാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. അപ്പോൾ ഇതും നമ്മൾ അധികം നാൾ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഫംഗസോ അല്ലെങ്കിൽ പാരസൈറ്റ് എന്തെങ്കിലും പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മീനുകളെ പിടിച്ചാൽ കിട്ടില്ല, എല്ലാം ചത്തുപോയിക്കൊണ്ടിരിക്കും. ഓരോ ദിവസം 1-2 മീനുകൾ വെച്ച് ഇങ്ങനെ ചത്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മീനുകളെ പിടിച്ച് മാറ്റി വാട്ടർ നല്ല രീതിയിൽ ചേഞ്ച് ചെയ്ത് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് നമ്മൾ തിരിച്ച് ഇറക്കാനുള്ള ഒരു പരിപാടിയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നല്ല രീതിയിൽ ഇയർ ക്വാളിറ്റിയുള്ള നല്ല കളറുള്ള പ്ലാറ്റിനം റെഡാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് ബ്രൂഡിൻ്റെ ടാങ്കാണ്, ബ്രൂഡിന് ഇട്ടിരുന്ന ടാങ്കാണിത്. അങ്ങനെ നമ്മൾ പുതിയ വെള്ളമൊക്കെ നിറച്ച് നമ്മുടെ ടബ് ഒരു കോർണറിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത പർപ്പിൾ മൊസൈക്കിൻ്റെ ഫ്രിഡ്ജ് ബോക്സിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ ഇതും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് അണുവിമുക്തമാക്കിയ നമ്മുടെ പ്ലാന്റ്സ് ഇതിൻ്റെ അകത്തേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വെയിലടിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മുടെ ടബ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ അകത്ത് വാട്ടർ പോപ്പിയാണ് വെക്കുന്നത്. വാട്ടർ പോപ്പിയുടെ ലീഫുകൾ മേളിലേക്ക് വന്നൊരു കുട പോലെ നമ്മുടെ വെള്ളം കവർ ചെയ്ത് നിൽക്കുന്നത് കാരണം തന്നെ അധികം ആൽഗെ പിടിക്കുന്നതല്ല. അതുപോലെ തന്നെ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അങ്ങനെ പല ഗുണങ്ങളുള്ള ഒരു വാട്ടർ പ്ലാന്റാണിത്. മാത്രമല്ല അത്യാവശ്യം നല്ല രീതിയിൽ വേരുകൾ ഇറങ്ങുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ നമുക്ക് പാരൻസ് കുഞ്ഞുങ്ങളെ തിന്നാൻ നമുക്ക് മാക്സിമം ഒഴിവാക്കാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ പ്ലാറ്റിനം റെഡ് ബിഗ് ഇയറിനെ ഇതിൻ്റെ അകത്തേക്ക് റിലീസ് ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മൾ പയ്യെ നമ്മുടെ മീനുകളെ ഇതിൻ്റെ അകത്തേക്ക് റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ നേരത്തെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പർപ്പിൾ മൊസൈക്കിൻ്റെ ടാങ്കിലേക്ക് നമുക്ക് അടുത്ത ദിവസമായിട്ട് മീനുകളെ റിലീസ് ചെയ്യണം. മീനുകൾ ഇതിനകത്തേക്ക് റിലീസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വേറെ ഇളക്കാനുള്ള മരുന്നുകൾ അതുപോലെ തന്നെ പാരസൈറ്റൊക്കെ പോകാനുള്ള മരുന്നുകൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ അടുത്ത ദിവസം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് വീഡിയോ എത്തുന്നതാണ്. പുതിയ വെള്ളം പുതിയ ഒരു സെറ്റപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ മീനുകൾ ഇതിൻ്റെ അകത്ത് പരിചയപ്പെടാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമുക്കത് കഴിഞ്ഞിട്ടേ നമുക്ക് മീനുകൾക്ക് കൂടുതൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മീനുകളൊന്ന് സെറ്റാവുന്നവരെ നമുക്ക് 1-2 ദിവസം സമയം എടുക്കും. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഇത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ മീനുകളൊക്കെ നല്ല ആക്റ്റീവായിട്ട് ഓടി കിടക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ അപ്ഡേഷൻ കാണിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞുള്ള ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ബായ്.